മഹാകുംഭമേളയുടെ രണ്ടാം ദിനമായ ഇന്ന് അമൃതസ്നാനം. 2 കോടിയോളം പേർ അമൃതസ്നാനത്തിനെത്തും എന്നാണ് പ്രതീക്ഷ. വിനീത വിജിയുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. വിനീത, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് രണ്ടാം ദിനമാണ്. ലോകത്തിൽ തന്നെ ഈ തീർത്ഥാടകർ സംഗമിക്കുന്ന ഏറ്റവും വലിയ ഒരു സംഗമമാണ് ഈ മഹാകുംഭമേളയുടെ ഭാഗമായി നടക്കുന്നത്. ഇന്നലെ ആദ്യ ദിനമായിരുന്നു. ഇന്നലെ ഏതാണ്ട് 1,65,00,000 ആളുകൾ തീർത്ഥാടകർ ഈ പ്രയാഗ്രാജിൽ എത്തിയെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ന് രണ്ടാം ദിനമാണ്. രണ്ടാം ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങെന്ന് പറയുന്നത് അമൃതസ്നാനമാണ്. 2 കോടിയിലധികം ആളുകൾ ഇന്നത്തെ രണ്ടാം ദിനമായ ഇന്ന് പ്രയാഗ്രാജിലേക്ക് കുംഭമേളയുടെ ഭാഗമായി എത്തിച്ചേരുമെന്നാണ് കണക്കാക്കുന്നത്. രാവിലെ 6:15 മുതൽ വൈകിട്ട് 4:20 വരെയാണ് ഈ സ്നാനത്തിനായുള്ള ഒരുക്കങ്ങൾ അവിടെ നടക്കുന്നത്. അതുവരെ ആളുകൾക്ക്, തീർത്ഥാടകർക്ക് അവിടെ എത്തി സ്നാനം ചെയ്ത് മടങ്ങുന്നതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 ലക്ഷം കോടി രൂപയുടെ വരുമാനമാണ് ഈ കുംഭമേളയുടെ ഭാഗമായി ഉത്തർപ്രദേശ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങൾ, ഒരുക്കങ്ങളൊക്കെ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 30,000-ലധികം പോലീസുകാരെയാണ് ആ മേഖലയിൽ ഈ സുരക്ഷയ്ക്ക് മറ്റുമായി വിന്യസിച്ചിട്ടുള്ളത്. ഇങ്ങനെ വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളാണ്. ഇന്ന് ഏതാണ്ട് 2 കോടിയിലധികം തീർത്ഥാടകർ എത്തിച്ചേരുമെന്നാണ് കണക്കാക്കുന്നത്. ഉന്മേഷ്, വിനീത വിജിയാണ് വിശദാംശങ്ങൾ നൽകിയത്.